ഇവനല്ലെങ്കിൽ ഇവിടെ എനിക്ക് സെറ്റാവോ എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് പിള്ളേരുണ്ടാക്കാൻ പോയാൽ മതി എന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീസൻ്റ് ആയിട്ട് ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും അച്ഛന് പകരമാകാൻ അമ്മയ്ക്കും അമ്മയ്ക്ക് പകരമാകാൻ അച്ഛനും പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീസൻ്റ് ആയിട്ട് ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് വളരെ വളരെ ഡീസൻ്റ് ആയിട്ട് ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാർ, സാധാരണ ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാർ, ഇത് സാധാരണഗതിയിലുള്ള കാര്യമാണ് പറയുന്നത്. ശരിക്കും ഇവർക്ക് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇവർ ഡിവോഴ്സ് ചെയ്തത്. പക്ഷേ ഇപ്പം കുട്ടി അമ്മയുടെ കൂടെ ആയിരിക്കാം, ചിലപ്പോൾ അച്ഛൻ്റെ കൂടെ ആയിരിക്കാം. അപ്പോൾ അവരുടെ മനസ്സിലുള്ള ആ ഒരു പാർട്ട്ണറോടുണ്ടായിരുന്ന ആ ഒരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ആ ഒരു വിഷം കുട്ടികളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്ന ആൾക്കാരുണ്ട്. നിൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു, നിൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു വിദ്വേഷം കുട്ടികളുടെ മനസ്സിലും, കുട്ടി ആരുടെ കൂടെയാണോ ഉള്ളത് ആ പേരൻ്റ് വളർത്താറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും അച്ഛന് പകരമാകാൻ അമ്മയ്ക്കും അമ്മയ്ക്ക് പകരമാകാൻ അച്ഛനും പറ്റില്ല. അച്ഛൻ സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്, അമ്മ സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ അമ്മയെ അല്ലെങ്കിൽ ഈ അച്ഛനെ കുട്ടികൾക്ക് വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അവർക്ക് ഓടി ചെല്ലണമെങ്കിൽ നിങ്ങൾ പരസ്പരം ഈ വിഷം കുത്തിവെക്കുന്ന പരിപാടി നിർത്തണം. അതാണ് ഞാൻ പറഞ്ഞത്, ഡീസൻ്റായിട്ട് ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന്. അവർ ഡിവോഴ്സ്ഡ് ആണ്, പക്ഷേ അവർ ഇടയ്ക്ക് ഒരുമിച്ച് കാണാറുണ്ട്, ഇടയ്ക്ക് ഒരുമിച്ച് കുട്ടിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ചിലപ്പം ഇവർ സെപ്പറേറ്റഡ് ആയിട്ട് വേറൊരു ഫാമിലി കല്യാണം കഴിച്ചിട്ടുണ്ടാവാം. എങ്കിൽ പോലും ഈ കുട്ടിക്ക് വേണ്ടി ഇവർ പരസ്പരം കാണുകയും സംസാരിക്കുകയും കുട്ടിയെ പ്രോപ്പറായിട്ട് വിളിക്കുകയും കുട്ടിയുടെ കാര്യം അന്വേഷിക്കുകയും കുട്ടിയുടെ സ്റ്റഡീസിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിന് വേണ്ട ചിലവ് കാര്യങ്ങൾ മീറ്റ് ചെയ്യുകയും ഡിവോഴ്സിന് ശേഷം ചെയ്യുന്ന പേരൻസും ഉണ്ട് ഈ കുട്ടിക്ക് വേണ്ടി. അവരെയാണ് ഞാൻ പറഞ്ഞത് ഡീസൻ്റായിട്ട് ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത്.